നോമ്പ് തുറക്കാൻ പോകണമെങ്കിൽ ഇങ്ങനെ പോകണം. ഇതൊന്ന് കണ്ടു നോക്കൂ. നിങ്ങളൊരു കാര്യം എന്നെ നോമ്പെടുക്കാൻ വിളിച്ചിട്ടോ. ഞാൻ എന്റെ കസിനും കൂട്ടിയാ പോകുന്നത്. കാരണം ഓർക്ക് ഓസിക്ക് ഫുഡ് കഴിക്കണം പറഞ്ഞു. പിന്നെ ഒന്ന് നോക്കി ലോനും കൂട്ടി ഞാൻ സാത്തറിലാണ് നോമ്പെടുക്കാൻ വിളിച്ചിട്ടുള്ളത്. ഞാൻ ഫുഡിന് ഐറ്റംസ് കഴിഞ്ഞ് നോക്കിയിട്ടുണ്ടായിരുന്നോ. നോമ്പെടുക്കാൻ നേരം അടുക്കാക്കുടി പോലത്തെ ഗ്ലാസ്സിൽ വെള്ളം പിന്നെ ഒരു സമൂസ ഒരു കട്ട്ലറ്റ് മാത്രം ഞാൻ പടച്ചു. ഞാൻ പെട്ട് വിചാരിച്ചു എന്റെ വയറ് വെച്ച് ഞാൻ എന്താ ചെയ്യാനോ. അപ്പോൾ ഒരു പ്ലേറ്റിൽ നിന്ന് എന്തൊക്കെ സാധനം കൊണ്ടുവച്ച് നിൽക്കുന്നത്. ഒരു സാധനം പേടിക്കാറില്ല, പക്ഷെ തിന്നാൻ എനിക്കറിയില്ല. അതുകൊണ്ട് എല്ലാത്തിനും പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് ഒന്നിനും ഒരു കുറവ് വരുത്തില്ല. ഇന്നാലും എന്റെ ഉള്ളിൽ എവിടെ ടെൻഷൻ ഉണ്ട് ഗൈസ്. കാരണം എന്താ പറയുക, ഈ പച്ചക്കറി മാത്രം വെച്ച് ഞാൻ ഫുഡ് കഴിക്കാനാ. പക്ഷെ ഇന്നലെ പ്ലേറ്റ് എന്റെ സൈഡിൽ മാറ്റി വെച്ചിട്ടോ. എനിക്ക് തന്നാണല്ലോ. അത് കഴിഞ്ഞപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ ഒരു പ്ലാറ്റർ അങ്ങോട്ട് വരുന്ന അപ്പാണ് ചക്കന്റെ മുകളിൽ ഈച്ച വരുമല്ലോ ഫുൾ ആൾക്കാർ. ഞാൻ ഒന്ന് നോക്കി എന്റെ പ്ലേറ്റിലൊക്കെ ഞാൻ നിറച്ച് വെച്ചിട്ടോ. കാരണം നമ്മളെ പാലും നമ്മൾ നിറയ്ക്കാൻ വേണ്ടി ആരും നിറച്ചു തരൂല. എനിക്ക് ആവശ്യമുള്ള എല്ലാ കുണ്ടാമണ്ടികളും ഞാൻ ഇതിന്റെ പ്ലേറ്റിലേക്ക് വെച്ച്. പിന്നെ സാധാരണ പ്ലാറ്ററിനെ പറ്റി പ്രത്യേകിച്ച് ബോധ്യ പറഞ്ഞ ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്നതാണ്. അടിപൊളി ടേസ്റ്റ് ആണ്. എന്തൊക്കെ ഞാൻ ഇതിന്റെ പ്ലേറ്റിലേക്ക് ഇട്ട് നിങ്ങളെ നോക്കിക്കോളിട്ട്. ഞാൻ ഒന്നും എടുത്ത് പറയുന്നില്ല, എല്ലാത്തിനും പേരൊക്കെ മറന്നു വെക്കും. എനിക്ക് തിന്നാൻ മാത്രമേ അറിയുള്ളൂ. അതിന്റെ ഇടയ്ക്ക് എന്റെ കൂടെ ഓസിക്ക് ഫുഡ് കഴിക്കാൻ വന്നിട്ട് കസിന്റെ കാര്യം മറന്നു പോയിട്ടോ. ഓൻ തിന്നോ ഇല്ല എനിക്കറിയില്ല, ഞാൻ നോക്കാൻ പോയിട്ടില്ല. പിന്നെ ഞാനൊരു 5 ഗ്ലാസ് ജ്യൂസാണ് കുടിച്ചിട്ടുണ്ടായിരുന്നു. ജ്യൂസിന് കാലത്ത് ഞാൻ തീരുമാനിക്കും. ഞാൻ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല. ആ ജഗ് ഞാനോട് കാലിയാക്കിയിട്ടുണ്ടായിരുന്നേ. പിന്നെ പൊറാട്ടയും മന്തി കഴിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഗൈസ് ഒരു അൽഫാം പീസ് ഡിപ്രഷൻ അടിച്ചിരിക്കുന്നത് കണ്ടത്. പിന്നെ ഓനെ കൂടി പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചിട്ട് ആരും നോക്കില്ല. ഞാൻ നോമ്പടിച്ച വയറല്ലേ, എനിക്ക് വിശക്കൂല. എനിക്ക് വിശക്കുമ്പോൾ ഞാൻ അവിടെ തിന്നാൻ വേണ്ടിയിട്ട് പിന്നെ അതിൽ കുറച്ച് റൈസും കൂട്ടി ഞാൻ തിന്നുട്ടോ. അതിനെടുക്കേണ്ട കുനാഫിന്റെ മുന്നിൽ കൊണ്ടുവച്ചത്. പിന്നെ ഒന്ന് നോക്കിയത് കുനാഫി കഷ്ണം മുറിച്ച് തിന്നട്ടോ. എന്റെ അമ്മ എന്റെ റാഹത്തായി നോമ്പ് തുറക്കാൻ ഇങ്ങനെയാണ് തുറക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചോക്ലേറ്റ് കുനാഫിന്റെ അതും കഴിച്ചു. പിന്നെ ഗ്ലാസ് ജ്യൂസും കൂടി കുടിച്ചിട്ടോ. ടോട്ടൽ 6 ഗ്ലാസ് ജ്യൂസ് ഞാൻ കുടിച്ചിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോഴാണ് ഗൈസ് പിന്നെയും കുനാഫ വേസ്റ്റ് ആയി കിടക്കുന്നത് കണ്ടത്. പിന്നെ അങ്ങോട്ട് തിന്നട്ടോ. കൈയ്യേക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഗൈസ് ഇവിടെ ഇത്ര ആൾക്കാർ വന്ന കാര്യം ഞാൻ കാണുന്നു. ഞാൻ ഞെട്ടിപ്പോ ഇത്ര ആൾക്കാരുടെ ഇതിന്റെ ഉള്ളിൽ. ഇതാണ് നമ്മുടെ സാധാരണ ഓണർ മൂസാബ്രോ. മൂപ്പർ എക്സ്പ്രഷൻ കണ്ടിട്ട് അടുത്ത പാട്ട് നോമ്പുറപ്പിക്കാൻ എന്നെ വിളിക്കുന്നത് എനിക്ക് തോന്നുന്നു കേട്ടോ. വേണ്ടി നമ്മൾ നേരെ പുറത്തേക്ക് പോയിട്ട് ഫ്രഷിങ്സിൽ ബർഗർ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബർഗർ കഴിച്ചിട്ടും പിന്നെ നേരെ ഞാൻ പോയത് തട്ടുകടയിലേക്കാണ്. അവിടെ പോയിട്ട് ഞാൻ രണ്ട് ദോശയും കഴിച്ചു. അതിൽ ചിക്കൻ കറി ഇട്ട് കഴിച്ചേ. പിന്നെ ഇതാ ഒരു ഓംലെറ്റും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു CDF പീസും മേടിച്ചു അതും കഴിച്ചിട്ടോ. ഹൗ ഇന്റെ റബ്ബേ ഇപ്പോഴാണ് സമാധാനമായത്. ദോശയും ഓംലെറ്റ് CDF കഴിച്ച് ഞാൻ നേരെ വീട്ടിലേക്കാണ് പോയത്. വീട്ടിൽ പോയപ്പോൾ നമ്മ ചോറിനാക്കിയിട്ട് ചോറും ബീട്രൂട്ട് ഉപ്പേറ്റൊക്കെ കൂട്ടി ഒരു പിടി പിടിച്ചിട്ടോ. അത് കണ്ട് കട്ടൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കാസറോൾ തുറന്നോക്കിയപ്പോൾ അതിൽ 5 മുട്ട ബജി പിന്നെ അതും കഴിച്ചിട്ടോ. വീട്ടിലെത്തിയപ്പോൾ അവിടെ വത്തക്കോളാം. പിന്നെ അതും കുടിച്ച് പിന്നെ സ്ലൈസും കുടിച്ച് ഫണ്ടി എടുത്ത് കുടിച്ചിട്ടോ. ഞാൻ തിന്നാൻ വെച്ച് ബിസ്ക്കറ്റ് ഉറുമ്പ് പിന്നെ ഉറുമ്പിനെ ഒന്ന് ബിസ്ക്കറ്റ് തിന്നിട്ടോ. കിട്ടി പോയി വെച്ച് കാസറോൾ തുറന്നോക്കിയിട്ട് അപ്പം 2 ലക്ഷം പുട്ടില്ല ഔട്ട് അടിച്ച് കഴിച്ചു. പിന്നെ പുട്ടും കൂടി തിന്നിട്ടോ. പുട്ടും പിന്നെ ഈ ഒരു ജ്യൂസും കുടിച്ച് പിന്നെ കള്ളത്തപ്പാട്ടത് കള്ളത്തപ്പം ഞാൻ വെപ്പ് മേടിച്ചേനും കേട്ടോ. ഇത് എത്ര പീസ് ഉണ്ടെന്ന് ഞാൻ ഉണ്ടെങ്കിൽ തന്നിക്കൊള്ളുക. അത്രയും പീസ് ഉണ്ടായിരുന്നേ. പിന്നെ കള്ളപ്പാണോ പറയാൻ എനിക്കറിയില്ല. പക്ഷെ തിന്നാൻ നല്ല രസം. എന്റെ ഫേവറേറ്റ് ആണ്. കൊട്ടയിൽ പോയി നോക്കിയപ്പോൾ കുയിലേക്ക് കാലിൽ നിന്നിട്ട് 2 പഴം. 2 പഴത്തിനടുത്ത് കാരക്കത്ത് നേരെ റൂം പോയിട്ടോ. പിന്നെ കുറച്ച് ചോക്ലേറ്റ്സും കഴിച്ചു. അപ്പോൾ അത്രയുള്ള കഴിച്ച് ഇന്നത്രയ്ക്ക് കഴിച്ച് നോമ്പ് വെക്കുമ്പോൾ ഇനി അത്താഴത്തിന് വേണം എല്ലാം കഴിക്കാം. അപ്പോൾ കിടന്നുറങ്ങട്ടെ. ബൈ ബൈ.